Hello friends, Technique Malayalamത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ വളരെയധികം ആവശ്യപ്പെട്ട ഒരു ഡിവൈസാണ് OnePlusന്റെ 11R. അപ്പോൾ OnePlus 11 എന്ന് പറഞ്ഞ പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് ഒരു ഓൾമോസ്റ്റ് 2 വീക്സ് ബാക്ക് OnePlus ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തായിരുന്നു. അന്ന് ഇറക്കിയ വേറൊരു ഡിവൈസാണ് OnePlus 11R. OnePlus 11R എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വേണ്ടി മാത്രം ഇറക്കിയതാണ്. വളരെ കോമ്പറ്റീറ്റീവ് പ്രൈസിങ്ങിലാണ് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ OnePlus 11Rന്റെ ഒരു ക്വിക്ക് അൺബോക്സിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ OnePlus 11R നമുക്കറിയാം ഇതിൽ വരുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് ചിപ്പ് അല്ലെങ്കിലും കഴിഞ്ഞ വർഷത്തെ സ്നാപ്ഡ്രാഗൺ 8+ Gen 1 ചിപ്പാണ്. വളരെ പവർഫുൾ ചിപ്പാണ്. ഇൻഫാക്ട് ഇത് OnePlus 10Tയിൽ ഇറങ്ങിയ അതേ ചിപ്പ് തന്നെയാണ് ഇവിടെയും വരുന്നത്. പക്ഷേ കുറച്ച് മാറ്റങ്ങളുടെ ഡിസൈൻ ലാംഗ്വേജ് കുറച്ച് മാറ്റമുണ്ട്. കാരണം OnePlus 11ന്റെ അതേ ഡിസൈൻ ലാംഗ്വേജ് ഒക്കെയാണ് ഇതിലും വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു വളരെ പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ ഒരു അൺബോക്സിങ് ചെയ്യാം. അൺബോക്സിങ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള സ്പെസിഫിക്കേഷൻ ഫീച്ചേഴ്സ് എല്ലാം തന്നെ നമ്മൾ ഇതിനകത്ത് നോക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിംഗ് എന്ന് പറഞ്ഞത് 8GB റാം 128GB സ്റ്റോറേജിന് 39,999 വളരെ നല്ല പ്രൈസിംഗ് ആണ് ഇത് ആക്ച്വലി. അതേപോലെ 16GB 256GB സ്റ്റോറേജിന് 44,999 രണ്ട് കളറിലാണ് അവൈലബിൾ ആവുന്നത്, ഗലാറ്റിക് സിൽവറും അതേപോലെ സോണിക് ബ്ലാക്ക്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ബ്ലാക്ക് കളറാണ്. ഇതാണ് OnePlus 11Rന്റെ ബോക്സ് പാക്കേജ്. അപ്പോൾ നമുക്ക് സൈഡിൽ എഴുതിയതാണ് OnePlus 11R 5G സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസാണ്. ബാക്കി ബോക്സിൻ്റെ ബാക്കിൽ ഇത് നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് 12GB ഇൻഫാക്ട് 16GB 256GB സ്റ്റോറേജാണ്. അതാണ് 44,990 99 എഴുതിയിരിക്കുന്നത്. പിന്നെ ബ്ലാക്ക് കളറാണ്. പിന്നെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്. സാർ വാല്യൂ 1.159 ഹെഡ്, ബോഡി സാർ 0.609 ആണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിൻ്റെ പുറത്ത് എഴുതിയിട്ടുള്ള ഡോൾബി അറ്റ്മോസ് ക്വാൾകോമിൻ്റെ 5G ഡിവൈസാണെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ OnePlus 11Rന്റെ അൺബോക്സിംഗിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്കിത് ബോക്സ് ഒന്ന് തുറക്കാം. OnePlus 11R 5G ബോക്സ് തുറക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ കാണുന്നത് നെവർ സെറ്റിൽ എന്ന് പറഞ്ഞ ബോക്സാണ്. ടിപ്പിക്കൽ OnePlus ഡിവൈസിലെല്ലാം വരുന്ന പോലെ. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് ഒരു വെൽക്കം ഗൈഡാണ്. അതിനൊപ്പം തന്നെ ഒരു സിം ഇജക്റ്റ് പിന്നെ കാണാം, നെവർ സെറ്റിൽ ബാൻഡിങ്, പിന്നെ OnePlus മെമ്പർഷിപ്പ് കാർഡ്, അതായത് റെഡ് കേബിൾ ക്ലബിൻ്റെ ഒരു മെമ്പർഷിപ്പ് കാർഡാണ്. പിന്നെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, സേഫ്റ്റി ഗൈഡ്, പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സാണ് OnePlus ഫാൻസിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റിക്കേഴ്സാണ്. ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡിനകത്ത് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ ഓൾറെഡി സാർ വാല്യൂ പറഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു കേസാണ് കണ്ടില്ലേ, OnePlus 11ൻ്റെ പോലെ തന്നെ നല്ലൊരു കേസാണ്, ഒരു TPU കേസാണ്. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്, അത്ര ഹാർഡല്ല, എങ്കിലും നല്ലൊരു കേസായിട്ട് എനിക്ക് തോന്നി. സ്റ്റാൻഡേർഡ് പ്ലാസ്റ്റിക് കേസിനേക്കാളും നല്ലതാണ്. പിന്നെ നമുക്ക് വരുന്ന ഡിവൈസ് ഒന്ന് മാറ്റി വയ്ക്കാം. ഇവിടെ നമുക്ക് കിട്ടുന്നത് 100 വാട്ട് സൂപ്പർ വൂക്ക് അഡാപ്റ്ററാണ്. ഇത് OnePlus 11ലും കിട്ടിയ പോലെ തന്നെ സൂപ്പർ വൂക്ക് OnePlus അഡാപ്റ്ററാണ് വരുന്നത്. കുറച്ച് ലാർജ് അഡാപ്റ്ററാണ്. പിന്നെ നമുക്ക് റെഡ് കളറുള്ള ഒരു കേബിളാണ്. USB Type-C USB Type-A to Type-C ചാർജിങ് കേബിളുള്ള കേബിളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് OnePlus 11R. ഇതിൽ ഡിസൈൻ ലാംഗ്വേജ് നോക്കുകയാണെങ്കിൽ ഇതുണ്ടല്ലേ, സർക്കുലർ ക്യാമറ ലേ ഔട്ടാണ്. നമ്മൾ OnePlus 11ൽ കണ്ട അതേ ലേ ഔട്ടാണ്. പക്ഷേ ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഹാസൽബ്ലാഡിൻ്റെ പാർട്ട്ണർഷിപ്പ് ഇല്ല, അതാണ് ഒരു മേജർ ഡിഫറൻസ്. ഇവിടെ നമുക്കൊരു സിൽവർ ഫിനിഷിങ് അല്ലെങ്കിൽ ക്രോം ഫിനിഷിങ്. ഇവിടെ നല്ലൊരു മാറ്റ് ഫിനിഷ് ബാക്കാണ് ഇതിനകത്ത് വരുന്നത്. ഗോറില്ല ഗ്ലാസ് 5 സപ്പോർട്ടാണ്. ഇവിടെ ഒരു അലേർട്ട് സ്ലൈഡർ ഉണ്ട്. അതേപോലെ നമുക്കിവിടെ ബാക്കിയുള്ള ഓപ്പണിങ്സ് ഉണ്ട്. മൈക്രോഫോണിൻ്റെ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ്. താഴെ ഒരു സ്പീക്കറാണ്. USB Type-C പോകുന്ന സിം ട്രേ കാണാം. ഇവിടെ റൈറ്റ് സൈഡിൽ നമുക്ക് പവർ ബട്ടൺ കാണാം. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് വീണ്ടും വോളിയം റോക്കർ കീസാണ് വരുന്നത്. അപ്പോൾ നല്ലൊരു ഇൻഹാൻഡ് ഫീൽ ഉണ്ട്. നല്ലൊരു പ്രീമിയംനെസ് നമുക്ക് ഇതിനകത്ത് ഡെഫിനറ്റ്ലി തോന്നിക്കും. ഇതിൻ്റെ ഹോൾഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്. അറൗണ്ട് 204 grams ആണ് വരുന്നത്. അത്രയ്ക്കധികം വെയിറ്റ് ഒന്നുമില്ല. 8.7 mm തിക്നെസ് ആണ് ഇതിനകത്ത് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു ഇൻഹാൻഡ് ഫീൽ ഡെഫിനറ്റ്ലി നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിവൈസിൻ്റെ ഒരു എന്താ പറയുക, ഇൻ ഹാൻഡ് ഫീലും ഡിസൈൻ ലാംഗ്വേജും നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം എടുത്ത് നോക്കാനുള്ളത്, നമുക്കിവിടെ കണ്ടില്ലേ OnePlus 11 ആയിട്ടൊന്ന് ഞാൻ ജസ്റ്റ് കമ്പയർ ചെയ്യാം. കണ്ടില്ലേ OnePlus 11ഉം OnePlus 11R ഇതിൽ ആകെ ഡിഫറൻസ് ഉണ്ടല്ലോ. ഇവിടെ ഹാസൽബ്ലാഡ് എഴുതിയതാണ്, ഇതിനകത്ത് ഹാസൽബ്ലാഡ് ഇല്ല എന്നുള്ളതാണ് ആ ഒരു മേജർ ഡിഫറൻസ് വരുന്നത്. ബാക്കി എല്ലാം കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കാര്യമായ ഒരു മേജർ ഡിഫറൻസ് ഒന്നും ഇല്ല ഡിസൈനിൽ. ഇത് കുറച്ചും കൂടെ OnePlus 11 കുറച്ചും കൂടെ തിക്കാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് നല്ലൊരു കോമ്പാക്ട് ഫോം ഫാക്ടർ, നല്ലൊരു പ്രീമിയംനെസ് ഉണ്ട് കേട്ടോ. എന്താണെങ്കിലും ഗ്ലാസ് ഫിനിഷിംഗ് പിന്നെ മെറ്റൽ ഫ്രെയിമൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഇൻഹാൻഡ് ഫീൽ ഉണ്ട്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം.
അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. ഇതാണ് ഫോണിൻ്റെ ഡിസ്പ്ലേ. കേർവ് ഡിസ്പ്ലേ ആണ്, എഡ്ജസിൽ കേർവ് ഡിസ്പ്ലേ ആണ് വരുന്നത്. നല്ല ഒരു പ്രീമിയം ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഡിസ്പ്ലേൻ്റെ സൈസ് പറയുകയാണെന്ന് വെച്ചാൽ 6.74 ഇഞ്ചസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 2772 x 1240 ആണ് വരുന്നത്. അറൌണ്ട് 450 പിക്സൽസ് പെർ ഇഞ്ചാണ്. 20.1:9 ആസ്പെക്ട് റേഷ്യോ ആണ്. 120 Hz സൂപ്പർ ഫ്ലൂയിഡ് ആമോലെഡ് ഡിസ്പ്ലേ ആണ്. 360 Hz ടച്ച് റെസ്പോൺസ് റേറ്റും, അതേപോലെ ഇത് sRGB കളർ ഗ്യാമത്ത്, അതേപോലെ ഡിസ്പ്ലേ P3 കളർ ഗ്യാമത്ത് സപ്പോർട്ട് ചെയ്യുന്ന 10-bit ഡിസ്പ്ലേ ആണ്. വളരെ മനോഹരമായ ഒരു ഡിസ്പ്ലേ ആണ്. HDR10+ സപ്പോർട്ടുണ്ട്. ഫ്ലൂയിഡ് AMOLED എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വളരെ സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്. നമുക്കിവിടെ ഡിസ്പ്ലേൻ്റെ സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ്, ഇവിടെ നമുക്ക് ഡിസ്പ്ലേ റിഫ്രഷ് റേറ്റും കൂടി കാണാം. സ്ക്രീൻ റിഫ്രഷ് റേറ്റ് ഹൈ, സ്റ്റാൻഡേർഡ് ഹൈ എന്ന് പറഞ്ഞാൽ 120 Hz, സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ 60 Hz. അപ്പോൾ അതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല ഒരു ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് ഡെഫിനറ്റ്ലി പറയാം. നല്ല കളേഴ്സ്, നല്ല ഫ്ലൂയിഡ് AMOLED വരുന്നത്. ഒരു ടച്ച് റെസ്പോൺസിൻ്റെ കാര്യമാണെങ്കിലും നല്ല ഒരു ക്വാളിറ്റിയാണ് ഡെഫിനറ്റ്ലി വരുന്നത്. കളേഴ്സൊക്കെ നല്ല വൈബ്രൻറ്റ് കളേഴ്സുമാണ് വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റി ഡെഫിനറ്റ്ലി നല്ലതാണ്. പിന്നെ ഇതിനകത്ത് ഡിസ്പ്ലേ ഐ കംഫർട്ട് മോഡുണ്ട്, ഇമേജ് ഷാർപ്നർ, വീഡിയോ കോൾ എൻഹാൻസർ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഡാർക്ക് മോഡുണ്ട്, സ്ക്രീൻ കളർ പ്രോ മോഡുണ്ട്. ഇങ്ങനത്തെ ഓപ്ഷൻസൊക്കെ നമ്മൾ റെഗുലർ OnePlus ഡിവൈസസിൽ കാണുന്ന അതേ ഫീച്ചേഴ്സൊക്കെ തന്നെ ഇവിടെയും വരുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ നമുക്ക് അടുത്ത സോഫ്റ്റ്വെയറിലേക്ക് പോകാം. സോഫ്റ്റ്വെയർ നമുക്കറിയാം OxygenOS 13 ആണ് വരുന്നത്. അബൌട്ട് ഡിവൈസ് എടുത്തു കഴിഞ്ഞാൽ OxygenOS 13.0 ഓൺ ടോപ്പ് ഓഫ് Android 13 ആണ് വരുന്നത്. സ്നാപ്ഡ്രാഗൺ 8+ Gen 1 മൊബൈൽ പ്ലാറ്റ്ഫോം കാണാം. 6.74 ഇഞ്ചസ്, അതേപോലെ 5000 mAh ബാറ്ററിയാണ്. നമുക്ക് കിട്ടിയിരിക്കുന്നത് 16 GB റാം ആണ്. അത് വീണ്ടും എക്സ്പാൻഡ് ചെയ്യുക, അപ് ടു 12 GB വീണ്ടും എക്സ്പാൻഡ് ചെയ്യാവുന്ന ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ക്യാമറ ഞാൻ പറഞ്ഞ 16 MP, റിയർ 50+8+2 MP ആണ്. ആൻഡ്രോയിഡ് വേർഷൻ 13 എഴുതിയതാണ്. അപ്പം ഇതാണ് OnePlus OxygenOS 13. അപ്പോൾ നമുക്കിവിടെ എല്ലാ ഫീച്ചേഴ്സും കിട്ടുന്നുണ്ട്. ഇപ്പോൾ വാൾപേപ്പർ ആൻഡ് സ്റ്റൈലിൽ പോയി കഴിഞ്ഞാൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓപ്ഷൻസ്, അഡീഷണൽ തീംസ് ഉണ്ട്, ഫോൺസ്, കളേഴ്സ്, എഡ്ജ് ലൈറ്റിംഗ്, ഫിംഗർ പ്രിൻറ്റ് ആനിമേഷൻ. ഇൻഫാക്ട് ഇതിനകത്ത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത്. അപ്പോൾ എല്ലാ OnePlus ഡിവൈസിലും പോലെ തന്നെ ഇതിൻ്റെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വളരെ ഫാസ്റ്റായിട്ട് എനിക്ക് തോന്നിയത്. ഫിംഗർ പ്രിൻറ്റ് ആനിമേഷൻ, അങ്ങനത്തെ അഡീഷണൽ ഓപ്ഷൻസ് എല്ലാം തന്നെ ഉണ്ട്. പിന്നെ നമുക്ക് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട്. സ്പെഷ്യൽ ഫീച്ചേഴ്സ് പോയി കഴിഞ്ഞാൽ സ്പ്ലിറ്റ് സ്ക്രീന്, ഫ്ലെക്സിബിൾ വിൻഡോസ്, ക്വിക്ക് ലോഞ്ച്, സ്മാർട്ട് സൈഡ് ബാർ, കിഡ്സ് മോഡ്, വർക്ക് ലൈഫ് ബാലൻസ്, നമ്മളെല്ലാ OnePlus ഡിവൈസിലും കാണുന്ന പോലെ തന്നെ ഉള്ള സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഇവിടെ കിട്ടുന്നുണ്ട്. നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് നമുക്കിവിടെ ഡെഫിനറ്റ്ലി കിട്ടുന്നത്. ക്വിക്ക് ടോഗിൾസ് ആണെങ്കിലും മെമ്മറി മാനേജ്മെൻറ്റ് ആണെങ്കിലും എല്ലാം കൊണ്ട് തന്നെ എനിക്ക് നല്ല ഒരു ഡിവൈസായിട്ട് തോന്നി. കാരണം സ്നാപ്ഡ്രാഗണിൻ്റെ 8+ Gen 1 പ്ലാറ്റ്ഫോമാണ് വരുന്നത്. വളരെ പവർഫുള്ളായ ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. ഇനി നമുക്ക് അടുത്തത് ക്യാമറയിലോട്ട് പോകാം. അപ്പോൾ നമുക്കൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. പ്രൈമറി ക്യാമറ എന്ന് പറഞ്ഞാൽ ഒരു 50 MP സോണി IMX 890 സെൻസറാണ് ഇതിനകത്ത് വരുന്നത്. 1.8 അപ്പർച്ചർ 6P ലെൻസുമാണ് വരുന്നത്. സെക്കൻഡറി ക്യാമറ അൾട്രാ വൈഡ് ആണ്, 8 MP ആണ്. പിന്നെ തേർഡ് ഒരു 2 MP മാക്രോ സെൻസറുമാണ് വരുന്നത്. പിന്നെ LED ലൈറ്റിംഗ് ആണ്. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് കിട്ടുന്നത് 16 MP സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. വീഡിയോ റെക്കോർഡിങ്ങിൽ 4K 60 FPS ഉണ്ട്, 1080p 60 FPS ഉണ്ട്. അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ ഉണ്ട്. നൈറ്റ് മോഡ് ഉണ്ട്, പോർട്രേറ്റ് മോഡ് ഉണ്ട്. മോറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ ഓപ്ഷൻസ് എല്ലാം കാണാം. ഡ്യുവൽ വീഡിയോ മോഡ്, മാക്രോ മോഡ്, പ്രോ മോഡ് എല്ലാം തന്നെ നമുക്ക് കാണാം. അപ്പോൾ ക്യാമറ സെറ്റപ്പ് കുഴപ്പമില്ല, നല്ലൊരു ക്യാമറ സെൻസറാണ്. സോണീൻ്റെ IMX 890 സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ പ്രൈമറി ക്യാമറയ്ക്ക് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ, അതായത് OIS സപ്പോർട്ടും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ എല്ലാം കൊണ്ട് തന്നെ നല്ലൊരു ക്യാമറ സെറ്റപ്പാണ്. നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസും കൂടി കാണാം. ഇതെല്ലാം OnePlus 11R എടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. എനിക്ക് കുഴപ്പമില്ലാത്ത ഒരു ക്യാമറ സെറ്റപ്പാണെന്ന് തോന്നി. ഡീറ്റെയിൽഡായി ഞാൻ റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ ഡീറ്റെയിൽഡായ ക്യാമറയെക്കുറിച്ച് പറയാം. അല്ലെങ്കിൽ ഡീറ്റെയിൽ ക്യാമറ റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. ഞാൻ ഡീറ്റെയിൽഡായ ക്യാമറ റിവ്യൂ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതായിരുന്നു OnePlus 11R ക്യാമറ. ഇനി OnePlus 11R വരുന്ന 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. അതേപോലെ 100 വാട്ട് ചാർജിംഗ് ആണ്. അറൌണ്ട് 25 to 30 മിനിറ്റ്സിനകത്ത് ചാർജ് ആവേണ്ടതാണ്. 100 വാട്ട് 5000 mAh. രണ്ട് 2500 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് വരുന്നത്. അപ്പോൾ അതങ്ങനെയാണ് 5000 mAh ബാറ്ററി കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് LPDDR5X റാമും UFS 3.1 സ്റ്റോറേജ് സപ്പോർട്ടുമാണ്. 128 GB സ്റ്റോറേജും 256 GB സ്റ്റോറേജും 8 GB റാമും അതേപോലെ 16 GB റാമുമാണ് വരുന്നത്. അപ്പോൾ രണ്ട് വേരിയൻ്റാണ്, രണ്ട് കളേഴ്സിലാണ് അവൈലബിൾ ആവുന്നത്.
പിന്നെ അഡീഷണൽ പറയുകയാണെങ്കിൽ NFC സപ്പോർട്ട് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് വരുന്നത്. എല്ലാ 5G ബാൻഡ്സ് സപ്പോർട്ടഡ് ആണ്. നമുക്ക് ഇവിടെ ആവശ്യമുള്ള എല്ലാ 5G ബാൻഡ്സ് തന്നെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 5Gൻ്റെ കാര്യത്തിലൊന്നും ഒരു സംശയവും വേണ്ട. അപ്പോൾ ബേസിക്കായ ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലൂടൂത്ത് 5.3 സപ്പോർട്ടാണ് വരുന്നത്. NFC ആണെങ്കിലും ഇൻ കേസ് NFC യൂസ് ചെയ്യണവരാണെങ്കിൽ അങ്ങനത്തെ ഓപ്ഷൻസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് OnePlus 11Rൻ്റെ ഒരു ക്വിക്ക് അൺബോക്സിങ്ങും ഹാൻഡ്സ് ഓൺ വീഡിയോ. അപ്പോൾ എനിക്ക് ഓവറോൾ നല്ല ഇഷ്ടപ്പെട്ടു ഡിവൈസ്. നല്ലൊരു കോമ്പാക്റ്റ് ഫോം ഫാക്ടറാണ്, വലുതായിട്ടും തോന്നുന്നില്ല, നല്ലൊരു ഇൻ ഹാൻഡ് ഫീലും വളരെയധികം പ്രീമിയംനെസ് ഉണ്ട്. പിന്നെ ഇതിനൊക്കെ ഉപരി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഇതിൻ്റെ വിലയാണ്. 39,999 രൂപ എന്ന് പറഞ്ഞാൽ നല്ലൊരു കിടിലൻ പ്രൈസിംഗ് ആണ്. സ്നാപ്ഡ്രാഗൺ 8+ Gen 1 ചിപ്പിന് നല്ലൊരു കിടിലൻ പ്രൈസിംഗ് ആയിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ എനിക്ക് ഒന്ന് പ്രീ ബുക്കിംഗ് ചെയ്യാവുന്നതാണ്. ആമസോണിൽ അവൈലബിൾ ആണ്, OnePlusൻ്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതായിരുന്നു OnePlus 11Rൻ്റെ ഒരു അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.